കുരു രാജവംശം പാരമ്പര്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹസ്തിനപുരം. ആ സമയത്ത് സന്തനു ആയിരുന്നു അവിടുത്തെ രാജാവ്. തന്റെ പൂർവികരെ പോലെ മികച്ച ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രൗഢി വളരെ വലുതായിരുന്നു. ഒരിക്കൽ നദിക്കരയിലൂടെ സവാരി നടത്തുന്ന സമയത്താണ് അയാൾ ആ കാഴ്ച കാണുന്നത്. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ജലത്തിൽ ഒരു മുഖവും തിളങ്ങുന്നു. അതീവ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു അത്. തന്റെ ജീവിതത്തിൽ ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു യുവതിയെ സന്തനു കണ്ടിട്ടില്ലായിരുന്നു. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ എന്തുകൊണ്ടും എൻ്റെ രാജ്ഞിയാകുവാൻ യോഗ്യയാണ്. പക്ഷേ അതിന് നിനക്ക് സമ്മതമാണോ? സന്തോഷം രാജൻ. എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. അങ്ങേക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങേ വിട്ടു പോകുന്നതാണ്. അവളുടെ വിചിത്രമായ ആവശ്യം കേട്ട് അയാൾ അത്ഭുതത്തോടെയാണെങ്കിലും അത് അംഗീകരിച്ചു. അല്പം ദിവസങ്ങൾക്കുള്ളിൽ അവർ വിവാഹം കഴിച്ചു. പേര് പോലും അറിയാത്ത അജ്ഞാതയായ അവൾ സന്തനുവിന് നല്ലൊരു ഭാര്യയായി മാറി. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു കുട്ടി ജനിച്ചു. സന്തനുവിന് ആ സന്തോഷം അടക്കുവാൻ സാധിച്ചില്ല. രാജ്യത്തെ എല്ലാവർക്കും മധുരം അയാൾ പങ്കുവച്ചു. അയാളുടെ സന്തോഷം ഹസ്തിനപുരം മുഴുവനും ആഘോഷിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ് താനെന്ന് സന്തനുവിന് ആ സമയത്ത് തോന്നി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത്. ഒരു രാത്രിയായിരുന്നു അത്. തന്റെ ഭാര്യ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങിപ്പോകുന്നതിന്റെ ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. ശബ്ദമുണ്ടാക്കാതെ അയാൾ ഭാര്യയെ പിന്തുടർന്നു. അവർ പരസ്പരം കണ്ടുമുട്ടിയ നദിക്കരയിലേക്കാണ് ഭാര്യ കുഞ്ഞിനെയും എടുത്തപ്പോൾ എത്തിയിരിക്കുന്നത്. അവൾ നദിയിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി നിൽക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് സന്തനുവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാൾ ശബ്ദമുണ്ടാക്കാതെ നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു തന്നെ ഞെട്ടിക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടത്. സന്തനു അതിവേഗത്തിൽ അവളുടെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അവൾക്ക് നൽകിയ ആ വാക്ക് അയാളുടെ മനസ്സിലേക്ക് വന്നത്. അങ്ങേക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങേ വിട്ടു പോകുന്നതാണ്. അവളെ നഷ്ടപ്പെടുത്തുവാൻ സന്തനു ഒരുക്കമല്ലായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം തന്റെ വേദന അയാൾ ഉള്ളിൽ കടിച്ചമർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു കുട്ടിയുണ്ടായി. എന്നാൽ ആ കൊച്ചിനെയും അവൾ ഇതുപോലെ തന്നെ ആ നദിയിലിട്ടു. സന്തനു തന്റെ വേദന ഉള്ളിലൊതുക്കി. ഒരക്ഷരം പോലും അവളോട് ചോദിച്ചില്ല. പിന്നീട് അവർക്കുണ്ടായ 7 കുട്ടികളെയും അവൾ ആ നദിയിൽ ഉപേക്ഷിച്ചു.